സംസ്ഥാനത്ത് സിറിഞ്ചിലൂടെ ലഹരി കുത്തിവച്ചവരിൽ HIV പടരുന്ന സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന അവതാളത്തിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം പരിശോധനയോട് വിമുഖത കാണിക്കുന്നതാണ് ആരോഗ്യവകുപ്പിനെ കുറിക്കുന്നത്. തവനൂർ ജയിലിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ പരിശോധിച്ചതിലൂടെയാണ് ആദ്യം വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വളാഞ്ചേരിയിൽ 10 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. ഏതായാലും സംസ്ഥാനത്ത് ലഹരിയിലൂടെ പിന്നെയും ആധി വളരുകയാണ് എന്നുള്ള സ്ഥിരീകരണമായിരിക്കുകയാണ്. HIV പടരുന്ന സംഭവത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന. ആ പരിശോധന പോലും അവതാളത്തിലായി കഴിഞ്ഞു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ഈ പരിശോധനയോട് വിമുഖത കാണിക്കുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്നാൽ കൃത്യമായ പരിശോധന നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ല എന്നത് ആരോഗ്യവകുപ്പിൻ്റെ വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. തവനൂർ ജയിലിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ പരിശോധിച്ചതിലൂടെയാണ് ആദ്യം ഇത്തരത്തിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നത്. സിറിഞ്ച് വഴി ഈ ലഹരി ഉപയോഗിക്കുന്നവർക്കാണ്, സിറിഞ്ച് കൈമാറി ലഹരി ഉപയോഗിക്കുന്നവരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്, സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശിവദാസ് കർമ്മനം ശരിയാണ്. ശിവദാസ്, വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുങ്ങില്ല. കാരണം അത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ലഹരിയുടെ, പ്രത്യേകിച്ച് രാസലഹരിയുടെ വ്യാപനം എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഈ ഒരു അനാസ്ഥയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായും ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ തന്നെ ലഹരി വ്യാപനം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിരവധി കേസുകൾ ഇങ്ങനെ പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിലേറെ കേസുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിരവധി ആളുകളാണ്, പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട ആളുകളടക്കം ഇത്തരത്തിൽ ലഹരിക്ക് അടിമയാകുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. ഇങ്ങനെ സിറിഞ്ചി വഴി ഉപയോഗിക്കുന്ന ലഹരി, അത്തരത്തിലുള്ള ആ രീതിയിലുള്ള ഉപയോഗവും വ്യാപകമായി തന്നെ തുടരുകയാണ്. ഇങ്ങനെ സിറിഞ്ചി വഴി ഉപയോഗിച്ച ആളുകളിലാണ് HIV വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധന, 2 മാസത്തിനിടെ നടത്തിയ പരിശോധനയിലാണ് 10 പേർക്ക് ഇത്തരത്തിൽ HIV പടർന്നിരിക്കുന്നതായി കണ്ടെത്തിയത്. അതായത് ഇവർ ഉപയോഗിച്ച സിറിഞ്ച് വീണ്ടും മറ്റുള്ളവർ കൂടി ഉപയോഗിക്കുന്ന, അങ്ങനെ അത് കൈമാറി ഉപയോഗിച്ചു. ആ രീതിയിലാണ് ഇവർക്ക് HIV പടർന്നിരിക്കുന്നത് എന്നാണ് ആരോഗ്യ വകുപ്പ് തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം തുടക്കത്തിൽ തവനൂർ ജയിലിലെ ഒരു പ്രതിയിൽ നടത്തിയ പരിശോധനയിലാണ് HIV കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്നു. പിന്നീട് ഇയാളിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ചാണ് മറ്റുള്ളവരെ കൂടി പരിശോധിച്ചത്. അങ്ങനെ മറ്റ് കൂടെ ഉണ്ടായിരുന്ന സംഘത്തിലെ മറ്റുള്ളവരെ കൂടി പരിശോധിച്ചപ്പോൾ മറ്റ് 9 പേർക്ക് കൂടി HIV ബാധ സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ മൊത്തം 10 പേർക്ക് മലപ്പുറം ജില്ലയിൽ, അതിൽ തന്നെ 3 ഇതര സംസ്ഥാന തൊഴിലാളികളും 7 മലയാളികളുമാണ് ഉള്ളത്. ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഈ ആരോഗ്യ വകുപ്പിന്റെ പരിശോധന പലപ്പോഴും അവതാളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളി ഈ പരിശോധനയ്ക്ക് വിമുഖത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം. അതേസമയം തന്നെ ഇത് 10-ൽ ഒതുങ്ങില്ല. കാരണം ഈ സിറിഞ്ച് ഉപയോഗിച്ചുള്ള രാസലഹരിയുടെ ഉപയോഗം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ പോലും വ്യാപിച്ച വളരെ ഗുരുതരമായ ഒരു സാഹചര്യം പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആഘാതം, ഇതിൻ്റെ വ്യാപനം അത്രത്തോളം ഭീകരമാണ് അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ വിദ്യാർത്ഥികൾ അടക്കം ഇത്തരത്തിൽ ലഹരികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. കഴിഞ്ഞ കാലങ്ങളിലായി തന്നെ അതിൻ്റെ ഉപയോഗം വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം ഈ കേരളത്തിലേക്ക് വന്ന് അവർ ഈ രീതിയിൽ രാസലഹരികൾ ഉപയോഗിക്കുന്നു. അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവരെ കൂടി അഡിക്റ്റ് ആക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. പക്ഷേ ഇത് തടയാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അസുഖം വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കാനോ അല്ലെങ്കിൽ അത് പരിശോധിച്ച് കണ്ടെത്താനോ ഉള്ള നടപടികളും കാര്യക്ഷമമായി ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് ഒരു വ്യക്തിക്ക് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസം 10 പേർക്ക് ഈ രീതിയിൽ HIV ബാധിച്ചത് കണ്ടെത്തിയത്. ഒരാളെ പരിശോധിച്ചതിലൂടെയാണ്. ആദ്യം ഒരു വ്യക്തിയെ പരിശോധിച്ച് പിന്നീട് അയാളിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ച് ആണ് മറ്റുള്ള 9 പേരെ കൂടി കണ്ടെത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഈ മറ്റുള്ള 9 പേരെ കൂടി കണ്ടെത്താൻ
കഴിയില്ലായിരുന്നു. ഇത് ഒരാളെ പരിശോധിച്ചതിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ച് മാത്രം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ മൊത്തം 10 പേരെ ഈ രീതിയിൽ HIV ബാധ സ്ഥിരീകരിച്ചതായി കണ്ടെത്തിയത്. നമുക്ക് ചുറ്റും ഇത്തരത്തിൽ നിരവധി പേരുകൾ ഉണ്ടാകും. പക്ഷേ ആ രീതിയിൽ അവരെ കണ്ടെത്താനുള്ള കൃത്യമായ ഒരു ഇടപെടലോ ഒരു അന്വേഷണമോ പരിശോധനയോ ഒന്നും തന്നെ നടക്കുന്നില്ല. മലപ്പുറം ജില്ലയിൽ മാത്രം 7 സെന്ററുകൾ ഇത്തരത്തിൽ പരിശോധനാ കേന്ദ്രങ്ങളായി ഉണ്ട്. പക്ഷേ ഈ 7 സെന്ററുകളിലും ഇത്തരത്തിൽ കാര്യക്ഷമമായ ഒരു പരിശോധനയും നടക്കുന്നില്ല. അവിടേക്ക് ആളുകൾ എത്തുമ്പോൾ മാത്രം അവരെ പരിശോധിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. HIV പരിശോധനാ കേന്ദ്രം ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം ഈ പരിശോധനയിൽ വിമുഖത കാണിക്കുന്നതും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. മാത്രമല്ല ആരോഗ്യ വകുപ്പിന് മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രഹസ്യമായിട്ടാണ് ഇത്തരം ആളുകൾ ലഹരി ഉപയോഗിക്കുന്നത്. രാസലഹരിയും അതോടൊപ്പം തന്നെ സിറിഞ്ച് വഴിയെല്ലാം തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് അതീവ സങ്കീർണം കൂടിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവർ രഹസ്യമായി ഉപയോഗിക്കുന്നു. പലരും ഇത് പുറത്ത് പറയുന്നില്ല. പിടിക്കപ്പെടുന്ന പ്രതികളെ പരിശോധിക്കുന്നു. ആ പരിശോധനയിലൂടെയാണ് HIV അടക്കമുള്ളവ കണ്ടെത്താൻ കഴിയുന്നത്. പക്ഷേ അല്ലാത്ത രീതിയിലുള്ള ഒരു പരിശോധന നടത്താൻ ആരോഗ്യ വകുപ്പിന് കഴിയുന്നില്ല. കൃത്യമായി ഇത്തരം ക്യാമ്പുകൾ നടത്തുകയാണെങ്കിൽ ആ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന ആളുകളെ പരിശോധിച്ച് ഇത് കണ്ടെത്താൻ കഴിയും. പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ ഒന്നും തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഈ രീതിയിൽ പരിശോധന ക്യാമ്പുകൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലും നടത്തേണ്ടത് വളരെ അനിവാര്യമാണ്. പക്ഷേ അത്തരം ക്യാമ്പുകളോ അല്ലെങ്കിൽ പരിശോധന നടപടികളോ ഒന്നും തന്നെ ഇല്ലാത്തതാണ് ഈ രീതിയിൽ HIV അടക്കം വ്യാപിക്കാനുള്ള ഒരു കാരണം ആയി നിലനിൽക്കുന്നത്. ഇപ്പോഴും അതിന്റെ ഈ രീതിയിൽ HIV പടർന്നു പിടിച്ചിട്ടും ഇപ്പോഴും അതിന്റെ ഒരു കാര്യക്ഷമമായ പരിശോധനയോ ഇടപെടലോ ഒന്നും തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഈ നിസ്സഹകരണവും ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. KP യെസ്, ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതേസമയം തന്നെ